ഇന്ത്യയുടെ താല്പര്യങ്ങൾ മൾട്ടി ഡയമെൻഷനലാണ്. ഒന്ന്, ഇസ്രായേലിൽ നിന്നും കടന്നു വരേണ്ട സുരക്ഷാപരമായ കാര്യങ്ങൾ, ഡിഫൻസ് കോഓപ്പറേഷൻ, ഇന്റലിജൻസ് ഷെയറിംഗ്. ഇന്ത്യ അനുഭവിക്കുന്ന പല ത്രെട്ടിന്റെയും പ്രഭവ കേന്ദ്രം ഒരു അറബ് ഇസ്ലാമിക് മേഖലയിലെ ചില ചിന്തകളും അത് പാകിസ്ഥാനിലൂടെ കടന്നു വരുന്ന ഭീഷണിയും ഒക്കെ തന്നെയാണ്. അത് ആദ്യമായി തിരിച്ചറിയാൻ കഴിയുന്നത് ഇസ്രായേലിലാണ്. അതുകൊണ്ട് ഇസ്രായേലുമായുള്ള സഹകരണം അവസാനിപ്പിക്കാൻ ആവില്ല, അത് തുടർന്നെങ്കിലേ പറ്റൂ. രണ്ട്, ഇറാനുമായി ചരിത്രപരമായ സാംസ്കാരികമായ ബന്ധമുണ്ട് ഭാരതത്തിന്. അത് മാത്രമല്ല, ഇറാന്റെ ചബഹാർ പോർട്ടിൽ ഉൾപ്പെടെ ഇന്ത്യക്ക് തന്ത്രപ്രധാനമായ താല്പര്യങ്ങളുണ്ട്. ചബഹാറിലൂടെ മധ്യ ഏഷ്യയിലെ കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ മേഖലകളിലേക്ക് ഒരു പാലം, എന്തിന് അഫ്ഗാനിസ്ഥാനിലേക്ക് പോലും കടന്നു വരാനുള്ള വാതായനം എന്ന നിലയിൽ ഇറാന്റെ ചബഹാർ ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മാത്രമല്ല, ഒരു കാലത്ത് ഇറാനിൽ നിന്നും ഏറെ എണ്ണ ഇന്ത്യ വാങ്ങിയിരുന്നു. നാളുകളിലും അത് തുടരാനുള്ള സാധ്യത. ഇപ്പോഴത്തെ കാർമേഘങ്ങൾ നീക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഏറെ എണ്ണ വാങ്ങാനുള്ള അടുത്ത ഒരു തുറമുഖം തന്നെയാണ് ഇറാൻ. അത് മറ്റൊരു കാര്യം. അതേസമയം അറബ് രാജ്യങ്ങൾ ഇന്ത്യക്ക് ഒരുപാട് പ്രത്യേകത ഉള്ളതാണ്. നമ്മുടെ ജനസംഖ്യയുടെ ഏതാണ്ട് നല്ലൊരു പങ്ക്, അതായത് കേരള ജനസംഖ്യയുടെ 10% ഗൾഫ് രാജ്യങ്ങളിലാണ്. 35 ലക്ഷം. ആകെ ഇന്ത്യയുടെ 142 കോടി ജനങ്ങളിൽ ഏതാണ്ട് 1 കോടിയോളം, അതായത് 90 ലക്ഷത്തിൽ പരം ആളുകൾ ഗൾഫ് മേഖലയിൽ ജോലി ചെയ്ത് ഉപജീവനം കഴിക്കുന്നു. വലിയ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് നാട്ടിലേക്ക് അയക്കുന്നു. ഏതാണ്ട് $1 ട്രില്യൺ ആണ് അവരുടെ ഫോറിൻ എക്സ്ചേഞ്ച് റെമിറ്റൻസ് ഇൻ എവറി ഇയർ. ഇത് വളരെ വലിയൊരു തുകയാണ്. ഇതൊന്നും വേണ്ട എന്ന് വെക്കാനാവില്ല. അവരുടെ ജീവനും സ്വത്തിനും ഉറപ്പുവരണം, നമ്പർ 1. രണ്ട്, അവരുടെ വേണ്ടി വന്നാൽ അവരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഇന്ത്യക്ക് ഒരു ചിന്ത ഉണ്ടാകണം, കാഴ്ചപ്പാടുണ്ടാകണം. അതുകൊണ്ടാണ് ഇറാനെ വിളിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു, തങ്ങളുടെ പ്രധാന താല്പര്യം ഗൾഫ് മേഖലയുടെ സുരക്ഷിതത്വമാണ്, ഞങ്ങളുടെ ഏറെ പോപ്പുലേഷൻ അവിടെ ഉണ്ട്, അത് പറയേണ്ടതാണ്. രണ്ട്, ഊർജ്ജ സുരക്ഷ. ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റി, അതായത് ഹൈഡ്രോ കാർബൺ, അത് ഗ്യാസിന്റെ രൂപത്തിലും LNG CNG രൂപത്തിലും അത് ഖത്തറിൽ നിന്നാണ് വരേണ്ടത്. അത് പേർഷ്യൻ ഉൾക്കടൽ കടന്ന് ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്ന് ഇന്ത്യ മഹാസമുദ്രത്തിൽ ഇന്ത്യയിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. അവിടെ ചില നീക്കുപോക്കുകൾ ആവശ്യമാണ്. നേരിട്ട് ഇന്ത്യയും ഇറാനും തമ്മിൽ ചർച്ച ചെയ്തതുകൊണ്ടാണ് ആദ്യം വിദേശകാര്യമന്ത്രി തലത്തിൽ എസ് ജയശങ്കർ ആൻഡ് അബ്ബാസ് അറാഖ്ചി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് LNG വഹിച്ചുകൊണ്ടുള്ള ഖത്തറിൽ നിന്നുള്ള 2 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിലൂടെ കഴിഞ്ഞ ആഴ്ച എത്തിച്ചേർന്നത്, ഇവിടെ ബോംബെ തുറമുഖത്ത് എത്തിച്ചേർന്നത്. ഏതാനും കപ്പലുകൾക്ക് കൂടി കടന്നു വരാവുന്ന ഒരു സാഹചര്യം ഒരുക്കിയത് അതുകൊണ്ടാണ്. കാരണം ഊർജ്ജ സുരക്ഷയ്ക്ക് വേണ്ടി ഇറാനോട് സഹകരിച്ചുകൊണ്ട് തന്നെ ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകൾക്ക് കടന്നു വരാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ ഇന്ത്യ ശ്രമിച്ചാൽ നാളെ മറ്റു രാജ്യങ്ങൾ ആ വഴിയെ ചിന്തിച്ചേക്കാം.